മോക്ഷത്തിനായി ശിവനെ തേടി ഹിമാലയത്തിൽ അലഞ്ഞ പാണ്ഡവരുടെ മുമ്പിൽ പരമശിവൻ വൃദ്ധനായി അവതരിച്ച പുണ്യഭൂമി ബൂഡ കേദാർ. ആഗസ്റ്റ് മാസത്തിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ധർമ്മഗംഗ, ബാൽഗംഗ എന്നീ നദികൾ തകർത്തെറിഞ്ഞ ബൂഡ കേദാറിലെ ഗ്രാമക്കാഴ്ചകളിലേക്കും ഒറ്റയ്ക്ക് ഉത്തരകാശിയിലേക്കുള്ള കാൽനട മാർഗത്തിലെ കാട്ടിനുള്ളിൽ കഴിയുന്ന സന്യാസിവര്യന്റെ വിശേഷങ്ങളിലേക്കുമാണ് ഇന്നത്തെ ഈ യാത്ര. ഉച്ചകഴിഞ്ഞ് 3:30 ചമിയാലയിൽ നിന്നും പ്രഥം കേദാർ ക്ഷേത്രത്തിലെ റാവൽജിയോടൊപ്പം ബൂഡ കേദാറിലേക്ക് യാത്ര തിരിക്കുന്നത്. ചാമിയാലയുടെ മാർക്കറ്റ് ഏരിയകളിലൂടെയും ഗ്രാമങ്ങളിലൂടെയുമുള്ള വളഞ്ഞുപുളഞ്ഞ വഴികളിലൂടെയുള്ള യാത്ര. ഉത്തരാഖണ്ഡിലെ ടെഹ്രി ഗഡ്വാൾ ഡിസ്ട്രിക്റ്റിൽ ബിലങ്കന ബ്ലോക്കിലാണ് ചാമിയാല എന്ന ഗ്രാമമുള്ളത്. 2011 സെൻസസ് അനുസരിച്ച് 2600 പരം ആളുകളെ ഇവിടെ വസിക്കുന്നുള്ളൂ. 502 കുടുംബങ്ങളാണ് ഉള്ളതായി പറയപ്പെടുന്നത്. ഇന്ന് 13 വർഷങ്ങൾക്കിപ്പുറം ജനസംഖ്യ ആനുപാതികമായി വർദ്ധിച്ചിട്ടുണ്ടാകാം. പ്രൈവറ്റ് പബ്ലിക് മേഖലകളിലായി 8 സ്കൂളുകളാണ് ഉള്ളത്. ഒരു ഡിഗ്രി കോളേജ് 6 കിലോമീറ്റർ അകലെ സെംദൂൾ എന്ന സ്ഥലത്താണുള്ളത്. ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററും ചാമിയാലയിലുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ കോളേജ് എന്നിവ ശ്രീനഗറിലാണുള്ളത്. മറ്റു വലിയ ആശുപത്രികൾ 10 കിലോമീറ്ററിലധികം അകലെയാണ്. ദൂരം അധികമൊന്നുമില്ലെങ്കിലും വളഞ്ഞുപുളഞ്ഞ ഈ റോഡുകളിലൂടെയുള്ള യാത്രയുടെ സമയമാണ് പ്രധാന പ്രശ്നം. ജീപ്പുകളാണ് ഇവിടെ പ്രധാനമായും ഗതാഗതത്തിനുള്ളത്. ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ ബസ് സർവീസും ഇടയ്ക്ക് നിശ്ചിത സമയത്തുണ്ട്. ഇതാണ് ചമിയാലയിലെ പ്രധാന മാർക്കറ്റ്. എല്ലാവിധ സാധന സാമഗ്രികളും ഇവിടെ ലഭ്യമാണ്. വാഹനങ്ങൾ സർവീസ് ചെയ്യാനുള്ള ഗാരേജുകളും സിമന്റ്, കമ്പി മുതലായ കൺസ്ട്രക്ഷൻ സാധനങ്ങളും ഒക്കെ ലഭിക്കും. 5-10 മുറികളുള്ള 3-4 ഹോം സ്റ്റേകളെ ഇവിടെയുള്ളൂ. വലിയ ഹോട്ടലുകളൊന്നുമില്ല. അതായത് ടൂറിസം ഇവിടെ നാമമാത്രമായേ ഉള്ളൂ. അർജുനന് പാശുപതാസ്ത്രം നൽകിയ കിരാതശിവൻ പ്രത്യക്ഷനായ നാട്. ഇത്ര പ്രധാനപ്പെട്ട മഹാഭാരതത്തിലെ ഒരു സംഭവം അരങ്ങേറിയ ഇടമായിട്ടുകൂടി ഈ സ്ഥലം പ്രശസ്തമല്ല. അതിനെ എല്ലാവരിലേക്കും എത്തിക്കുവാൻ മാന്യ പ്രേക്ഷകർ കൂടി ശ്രമിക്കണം എന്നൊരപേക്ഷയുണ്ട്. ചെറിയ കൃഷികളും കാലിവളർത്തലും മറ്റുമാണ് ഗ്രാമീണരുടെ പ്രധാന വരുമാന മാർഗം. ഇവിടെ നിന്നും ഇപ്പോൾ പലരും ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ചാമിയാലയിലെ ഇന്റർമീഡിയറ്റ് കോളേജാണ് വലതുവശത്ത് മുകളിൽ. ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾ പോകുന്ന സമയമാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇപ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധ നൽകുന്നുണ്ട്. കൃഷി കഴിഞ്ഞ് വൈക്കോൽ മരങ്ങളുടെ മുകളിൽ കെട്ടിവെക്കുന്നതാണ് ഇവിടത്തെ രീതി. തട്ടുതട്ടായ കൃഷിസ്ഥലങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും കുറച്ചു വീടുകൾ, പിന്നീട് വീണ്ടും കൃഷിസ്ഥലങ്ങൾ, അങ്ങനെയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഇവിടെയും 1-2 ഹോം സ്റ്റേകളുണ്ട്. വീടുകൾ അവസാനിച്ചു. ഇനി വിജനമായ വഴിയാണ് കുറെ ദൂരം. വീതി കുറഞ്ഞതായാലും നല്ല റോഡാണിവിടെ. വലിയ മരങ്ങളില്ലാത്ത ചെറിയ കുറ്റിക്കാടുകളാണ് ഈ ഭാഗത്തേറെയും. ഈയിടെയായി പുള്ളിപ്പുലികളുടെ എണ്ണവും അവയുടെ ആക്രമണവും കൂടിയിട്ടുണ്ട്. ഇതൊരു ജംഗ്ഷനാണ്. ഇവിടെ നിന്നും വലത് തിരിഞ്ഞാണ് ഇനി ബൂഡ കേദാറിലേക്ക് പോകേണ്ടത്. ഇടതുവശത്തെ റോഡ് ഗംഗോത്രി, യമുനോത്രി, ഉത്തരകാശി ഇവിടങ്ങളിലേക്കാണ്. റോഡ് പണിക്കായുള്ള യന്ത്രങ്ങൾ മിക്കവാറും സ്ഥലങ്ങളിലും കിടക്കുന്നത് കാണാം.
വലതു തിരിയുമ്പോൾ പ്രകൃതിയിൽ വ്യത്യാസം കാണാം. ചീട് എന്നറിയപ്പെടുന്ന പൈൻ മരങ്ങൾ മലമുകളിൽ കണ്ടു തുടങ്ങുന്നു. പാറകൾ നിറഞ്ഞതാണ് മലകൾ. ഇത്തരം പ്രദേശങ്ങളിലാണ് പുള്ളിപ്പുലികളെ കൂടുതലായി കണ്ടുവരുന്നത്. കുറച്ച് വീടുകളുള്ള തട്ടുതട്ടായ കൃഷിസ്ഥലങ്ങൾ ഈ ഭാഗത്തായി കാണാം. ചാമിയാലയുടെ അതിർത്തി ഇവിടെയാണ്. ഗ്രാമങ്ങളിലേക്കുള്ള പ്രവേശന സ്ഥലത്തും അത് കഴിയുമ്പോഴും ഇത്തരത്തിൽ ബോർഡുകൾ കാണാം. വീണ്ടും വിജനമായ വഴി. ഇടതുവശത്ത് ബാൽഗംഗ നദി, വലതുവശത്ത് പാറകൾ നിറഞ്ഞ മലകൾ. രാത്രിയിൽ യാത്ര സുഗമമാക്കാൻ പാറകൾക്ക് മുകളിൽ വെള്ളച്ചായമടിച്ച് ചുവന്ന ബിന്ദുക്കൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഛത്തിയാര എന്ന ചെറിയൊരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുകയാണിപ്പോൾ. ഖൻസാലി പോലീസ് സ്റ്റേഷൻ പരിധി ഇവിടെ അവസാനിക്കുന്നു. വളരെ കുറച്ച് വീടുകൾ മാത്രമേ ഇവിടെയുള്ളൂ. നദിക്കരയിൽ നിന്നും കെട്ടിക്കയറ്റിയ കെട്ടിടത്തിൽ കുറച്ചു കടകൾ. ഇവിടെ ഒരു ബോർഡ് കാണാം. മറ്റൊരു ഗ്രാമത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് വലതുവശത്ത്. വീണ്ടും വഴി വിജനമാകുന്നു. പാറകൾ വെട്ടിയുണ്ടാക്കിയ റോഡാണ്. പൈൻമരങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ഒപ്പം വഴിയുടെ വന്യതയും കൂടി വരികയാണ്. ഇവിടങ്ങളിലെല്ലാം വൈദ്യുതി എത്തിയിട്ടുണ്ട്. പൈൻ മരങ്ങളിൽ നിന്നും ടർപ്പന്റൈൻ പോലെ വിവിധ തരം എണ്ണകൾ ഉൽപ്പാദിപ്പിക്കുന്നു. മരുന്നുകൾക്കും ഓർഗാനിക് ടീ ആയും പൈൻമര ഇലകൾ ഉപയോഗപ്പെടുന്നു. പൈൻമരത്തിന്റെ കായകൾക്കുള്ളിലെ പൈൻ നട്ട് ബദാം പോലെ വളരെ വില കൂടിയ ഒരു ഡ്രൈ ഫ്രൂട്ട് ആണ്. 80 മീറ്ററോളം ഉയരം വരുന്ന മരങ്ങളാണ് പൈൻ മരങ്ങൾ. പേപ്പർ ഇൻഡസ്ട്രിയിലും ഇത് ഉപയോഗപ്പെടുന്നുണ്ട്. ഉയർന്ന തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് ഇവ വളരുന്നത്. ഇതിന്റെ സൂചി പോലുള്ള ഇലകൾ വേനൽക്കാലത്ത് താഴെ വീണുകിടന്ന് കാട്ടുതീകൾക്ക് കാരണമാകുന്നു. ഇവിടെ മരങ്ങളിലെ ഇലകൾക്ക് മറ്റൊരു നിറമാണ്. തലേവൻ എന്ന ഒരു ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് വളരെ ചെറിയൊരു ഗ്രാമമാണ്. റോഡിന് മുകളിലും താഴെയുമായി കുറച്ചു വീടുകൾ, അത്രമാത്രം. കൃഷിസ്ഥലങ്ങളാണ് ഇവിടെയെല്ലാം കൂടുതൽ. ഇത്ര വിജനമായ സ്ഥലങ്ങളാണെങ്കിലും മൊബൈലിന് നല്ല നെറ്റ്വർക്ക് കവറേജ് ഉണ്ട്. വളവുകളിൽ ഹോൺ അടിക്കണം എന്ന സിഗ്നൽ ഇടയ്ക്കിടെ കാണാം. ഒരു ചെറിയ അരുവിക്ക് മുകളിലൂടെ ഒരു പാലം. ഇത് ബാൽഗംഗ നദിയിലേക്ക് ഒഴുകിയെത്തുന്ന അരുവിയാണ്. അറുപത്തിയൊൻപത് കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന പദോഖ എന്ന ഗ്രാമപഞ്ചായത്താണ് ഈ എത്തുന്നത്. ഇടതുവശത്ത് ഒരു ബസ് സ്റ്റോപ്പും കാണാം. തട്ടുതട്ടായ കൃഷിസ്ഥലങ്ങൾ തന്നെയാണ് വലതുവശത്ത് മുകളിൽ. ഗ്രാമാതിർത്തി കഴിഞ്ഞാൽ വീണ്ടും വനവും വിജനതയും. ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഇടമാണ്. വനസൗന്ദര്യം ആവോളം ആസ്വദിക്കാം. ഈ വഴി വരുന്നവർ രാത്രി യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ വളവ് തിരിഞ്ഞാൽ വലത്തോട്ടുള്ള വഴിയിലൂടെയാണ് ജ്വാലാമുഖി ക്ഷേത്രത്തിലേക്ക് പോകുന്നത്.
പൈൻ കാടുകളുടെ കട്ടി കൂടി വരുന്നു. ഇടതൂർന്നു വളർന്നു നിൽക്കുന്ന പൈൻ മരങ്ങൾ. വിജനതയിൽ ഒരു ബസ് സ്റ്റോപ്പ്. താഴെ എവിടെയെങ്കിലും ഒരു ഗ്രാമമുണ്ടായിരിക്കാം. കുറച്ചു കഴിയുമ്പോൾ വീണ്ടും ഒരു ബസ് സ്റ്റോപ്പും ഗ്രാമ കവാടവും. ഇവിടെ ഇടതുവശത്ത് താഴേക്കാണ് ഗ്രാമം. അടുത്ത വളവിൽ റോഡിലേക്ക് ഒഴുകി വന്ന പാറക്കല്ലുകൾ വലതുവശത്ത് കാണാം. ദൂരെ ബൂഡാകേദാറിന്റെ ഗ്രാമപ്രദേശങ്ങൾ കണ്ടു തുടങ്ങുന്നു. 4-5 വളവുകൾ കൂടി കഴിഞ്ഞാൽ ബൂഡാകേദാറിലേക്ക് എത്തുകയായി. നമ്മളിപ്പോൾ ബൂഡാകേദാറിലേക്ക് എത്തിയിരിക്കുന്നു. ബാൽഗംഗ നദിയുടെയും ധർമ്മഗംഗ നദിയുടെയും സംഗമസ്ഥാനമാണ് ബൂഡാകേദാർ. ധർമ്മപ്രയാഗ് എന്നും ഈ സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ നിന്നും ഇടതു തിരിഞ്ഞ് പാലത്തിലൂടെ ധർമ്മഗംഗ നദി കടന്ന് വലതു തിരിഞ്ഞാൽ ക്ഷേത്രത്തിലേക്കുള്ള വഴിയായി. കഴിഞ്ഞ മഴക്കാലത്ത് മേഘവിസ്ഫോടനമുണ്ടായി 2 നദികളിലേക്കും മലമുകളിൽ നിന്ന് കനത്ത പാറകളും മണ്ണും ഒലിച്ചു വന്ന് പല വീടുകളും ഒലിച്ചുപോയിരുന്നു. കുറച്ചു ജീവനുകളും അതിൽ നഷ്ടമായി. കോൺക്രീറ്റ് ചെയ്തിരുന്ന ഈ റോഡും അങ്ങനെ ഒലിച്ചുപോയതായിരുന്നു. ഇപ്പോൾ വീണ്ടും മണ്ണിട്ട് വഴി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുകളിലേക്ക് കയറിയാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി. തകർന്ന വഴിയിലൂടെ കല്ലുകൾക്ക് മുകളിലൂടെ തുള്ളിച്ചാടിയാണ് ബൈക്ക് പോകുന്നത്. അങ്ങ് മലമുകളിൽ മേഘവിസ്ഫോടനമുണ്ടായി ഒഴുകി വന്ന വെള്ളവും പാറയും റോഡരികിലുണ്ടായിരുന്ന വീടുകളും കടകളും താഴേക്കിടിച്ചിട്ട് ഒഴുക്കിക്കൊണ്ടുപോയി. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ നദിയുടെ വീതി പകുതിയോളമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ റോഡരികിലുണ്ടായിരുന്ന കടകളും മറ്റും ഇപ്പോൾ കാണാനുമില്ല. തകർന്ന വീടിന്റെ ഭാഗങ്ങൾ താഴെ കാണാം. ഇപ്പോൾ നദി ഒരു ചെറു ചാലായി വളരെ ശാന്തമായി ഒഴുകുകയാണ്. ഇതാണ് ബാൽഗംഗ നദി. ഇത്തരം 2 നടവഴികളാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. പ്രായമായിട്ടും റാവൽജി ചുറുചുറുക്കോടെ മുന്നിൽ നടക്കുന്നു. വലിയ ക്ഷേത്രങ്ങളുടെ ചുറ്റുപാടുകൾ പോലെ ഒന്നുമില്ല. ചെറിയ കുറച്ചു കടകൾ മാത്രം. മുകളിൽ ഗ്രാമീണ ഭവനങ്ങളും താഴെ കടകളും. ഇപ്പോഴും പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രമതിൽക്കെട്ട്. ഈ വഴിയുടെ അറ്റത്താണ് ക്ഷേത്രത്തിലേക്കുള്ള കവാടം. കുറച്ചു പടികൾക്കു മുകളിലായി ചെറിയൊരു കവാടം. 4-5 മണികൾ തൂക്കിയിട്ടിരിക്കുന്നു. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇവിടെ കൊടുത്തിരിക്കുന്നു. ബൂഡ കേദാർനാഥ് എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം
യക്ഷകൂടം, ധർമ്മകൂടം, സിദ്ധകൂടം, അപ്സരാഗിരി, സ്വർഗാരോഹിണി എന്നിങ്ങനെ പഞ്ചമഹാപർവ്വതങ്ങളുടെ നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ബാൽക്കില്യ ഋഷി, യുധിഷ്ഠിരൻ എന്നിവരുടെ തപസ്ഥലിയായിരുന്നു ഇവിടം. ധർമ്മകൂട പർവ്വതത്തിൽ നിന്നും ഉദ്ഭവിക്കുന്ന ബാൽഗംഗ, ധർമ്മഗംഗ എന്നീ നദികളുടെ സംഗമസ്ഥാനമായ ധർമ്മപ്രയാഗയിലാണ് ഈ ക്ഷേത്രമുള്ളത്. ഗംഗോത്രി, യമുനോത്രി, കേദാർനാഥ്, ബദ്രിനാഥ് ഇവയ്ക്കിടയിലെ 5ാമത്തെ തീർത്ഥസ്ഥാനമാണിതെന്ന് സ്കന്ദപുരാണത്തിലെ കേദാർഖണ്ഡിൽ പറയുന്നു. മഹാഭാരത യുദ്ധത്തിനു ശേഷം മോക്ഷത്തിനായി ശിവനെ തേടി അലഞ്ഞ പാണ്ഡവർ പാഞ്ചാലി സമേതം പ്രഥം കേദാറിലെത്തി. അവിടെ ശിവദർശനം സാധ്യമാകാൻ അലഞ്ഞു നടന്നു. ബാൽക്കില്യ മഹർഷിയാണ് ധർമ്മപ്രയാഗയിലെ ഈ സ്ഥലത്ത് വന്ന് ശിവനെ തിരയാൻ നിർദ്ദേശിക്കുന്നത്. ഇവിടെ എത്തിയ അവർ മരണാസന്നനായി ഈച്ചയാർത്ത് കിടക്കുന്ന ഒരു വൃദ്ധനെ മാത്രമാണ് കണ്ടത്. ഭീമന് പക്ഷേ സംശയം തോന്നിയിരുന്നു. വൃദ്ധന്റെ അടുത്ത മാത്രയിൽ വൃദ്ധൻ അപ്രത്യക്ഷനാകുകയും അവിടെ ഒരു വലിയ ശില പ്രത്യക്ഷമാകുകയും ചെയ്തു. ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ സ്വയംഭൂ ശിവലിംഗമാണിത്. പാണ്ഡവർ ഇവിടെ ഒരു ക്ഷേത്രം പണിത് ആരാധന നടത്തി. തുടർന്ന് യാത്രയായ അവർക്കു മുൻപിൽ ശിവൻ ഒരു കാളയുടെ രൂപത്തിലാണ് പ്രത്യക്ഷനായത്. ചതുപ്പു നിറഞ്ഞ കേദാർനാഥ് ഭാഗത്ത് കാള വെള്ളത്തിലേക്ക് അപ്രത്യക്ഷനായി. കാളയുടെ വാലിൽ പിടിച്ചു ഭീമൻ. പൃഷ്ഠം കേദാർനാഥിലും, കൈകൾ തുംഗനാഥിലും, മുഖം രുദ്രനാഥിലും, മധ്യഭാഗം മധ്യമഹേശ്വറിലും, ജട കൽപേശ്വറിലും പ്രത്യക്ഷമായി. 5 സ്ഥലങ്ങളിലും പാണ്ഡവർ ക്ഷേത്രങ്ങൾ പണിത് ശിവാരാധന നടത്തി. അതാണ് പഞ്ചകേദാരം എന്നറിയപ്പെടുന്നത്. പലതവണ പുതുക്കിപ്പണിത ക്ഷേത്രമാണിത്. ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു യാഗശാലയാണിത്. ക്ഷേത്രമുറ്റത്ത് ധാരാളം സമാധികൾ കാണാം. പല സന്യാസിമാരുടെയും പൂജാരിമാരുടെയും സമാധികളാണിവ. ഇതാണ് പ്രതിഷ്ഠയായ സ്വയംഭൂ ശിവലിംഗം. ഇതിൽ പല രൂപങ്ങളും പണ്ടുകാലം മുതലേ കാണപ്പെടുന്നു. നേരെ കാണുന്നത് തൃശൂലവുമായി നിൽക്കുന്ന പരമശിവനാണ്. ഇടതുവശത്ത് ശിവലിംഗ രൂപവും, അതിനും ഇടതുവശത്ത് ഗണപതി, നകുലൻ, സഹദേവൻ, അതിനപ്പുറം ഗാണ്ഡീവധാരിയായ അർജുനൻ, ഗദയുമായിരിക്കുന്ന ഭീമസേനനാണ് ഈ വശത്ത്. വലതുവശത്ത് മുകളിലായി കാണുന്നത് ധർമ്മരാജനായ യുധിഷ്ഠിരൻ, പിന്നെ പാർവതിയും ദ്രൗപദിയും. നന്ദികേശനാണ് ഇവിടെ. എല്ലാം വിശദമായി വിവരിച്ചു തന്ന് റാവൽജിയും. ഇവിടുത്തെ പൂജാരിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്, ഇദ്ദേഹത്തിന്റെ സുഹൃത്തും. ഇതാണ് പ്രതിഷ്ഠയ്ക്ക് മുകൾ ഭാഗം. 3 പൂജാരിമാരാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വേറൊരാളായിരുന്നു. നദിക്ക് അപ്പുറവും ഇപ്പുറവുമായാണ് ഇവിടെ വീടുകളുള്ളത്. ചെറിയ വീടുകളാണ് ഏറിയ പങ്കും. താഴെ നദീതീരത്ത് കൃഷിസ്ഥലങ്ങൾ കാണാം. കൃഷിസ്ഥലങ്ങൾക്കപ്പുറം നദി ഒഴുകുന്നു. നദി കഴിഞ്ഞാൽ പിന്നെയും വീടുകൾ, പിന്നെ മലകൾ തുടങ്ങുകയായി. ആ മലമുകളിൽ കാണുന്നതെല്ലാം ദേവദാരു വൃക്ഷങ്ങളാണ്, പൈൻ മരങ്ങളല്ല. ആ മലയുടെ മുകളിലായാണ് ജ്വാലാമുഖി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വീടുകൾക്കു മുകളിൽ പണ്ടത്തെ കല്ലുകൾ പാകിയ മേൽക്കൂരകൾ വഴിമാറി ഇപ്പോൾ കോൺക്രീറ്റ് വന്നിരിക്കുന്നു. ഒരു ചെറിയ ധർമ്മശാലയാണിത്. ബാബ കാലി കമലവാല ട്രസ്റ്റിന്റെ ഒരു പഴയ ധർമ്മശാലയാണ് ഈ കാണുന്നത്.
अच्छा काली कमली वाले, हाँ हाँ हाँ। തടിയിൽ തീർത്ത തട്ടുകളോടുകൂടിയ 4 മുറികൾ മാത്രമുള്ള ധർമ്മശാല ഇന്നിത് പ്രവർത്തനരഹിതമാണ്. ദേവദാരു വൃക്ഷങ്ങൾ കൊണ്ടുണ്ടാക്കിയ തടിപ്പണികൾ ഇന്നും കേടുകൂടാതെ നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറം ഒരു ആൽമരം, അതിനടുത്ത് ചെറിയൊരു ശിവക്ഷേത്രവും. കല്ലുകൾ പാകിയ മേൽക്കൂരയുമായി ചില കാലിത്തൊഴുത്തുകൾ വൈക്കോൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. അപ്പുറത്ത് താഴെയായി ക്ഷേത്രത്തിന്റെ മുകൾ ഭാഗം കാണാം. നമ്മുടെ നാട്ടിലെ ആനത്തുമ്പ് പോലെ ചൊറിച്ചിലുണ്ടാക്കുന്ന ഈ ഇല ഇവിടെയും ഭക്ഷണമാണ്. നദിക്കൊപ്പമാണ് ഇനി ഞങ്ങൾക്ക് മുകളിലേക്ക് സഞ്ചരിക്കാനുള്ളത്. വീണ്ടും ഏകാന്തമായ വനവീഥിയിലേക്ക്. ഈ വഴി ബസ് റൂട്ടല്ല. ഇപ്പോൾ ജീപ്പുകളും സർവീസ് നടത്തുന്നില്ല. ബൂട്ടാകേദാർ ഗ്രാമങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഉത്തരകാശിയിലേക്കും സ്വർഗാരോഹിണിയിലേക്കും ഇതിലെ പോകാനാകും. കാവടിയുമായി പോകുന്ന കാൽനടക്കാർ മാത്രമാണ് ഇപ്പോൾ ഈ വഴി ആശ്രയിക്കുന്നത്. ബൂട്ടാകേദാറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഉത്തരകാശിയിലേക്കുള്ള വഴി നമ്മൾ കണ്ടതാണ്. റോഡിന്റെ രൂപം മാറിയിരിക്കുന്നു. ടാറിങ്ങുകൾ പൊളിഞ്ഞു പോയിരിക്കുന്നു. വീതി ഒന്നുകൂടി കുറഞ്ഞിരിക്കുന്നു. ഒരു വളവ് തിരിഞ്ഞപ്പോൾ മല ഒന്നാകെ ഇടിഞ്ഞ് റോഡ് തന്നെ തകർന്നു പോയിരിക്കുന്നു. മണ്ണിട്ട് വഴി ഉണ്ടാക്കുന്നതേയുള്ളൂ. കല്ലിലൂടെയും മണ്ണിലൂടെയും ടയറുകൾ തെന്നുന്നു. കയറ്റവും ഇറക്കവുമായ വഴി. നിരപ്പാക്കിയിട്ടില്ലാത്ത റോഡാണ്. റോഡ് പണി ചെയ്യുന്ന തൊഴിലാളികൾ വഴിവക്കിൽ വിശ്രമിക്കുന്നു. വളരെ പതുക്കെ ആയാസപ്പെട്ടാണ് ബൈക്ക് നീങ്ങുന്നത്. ചക്രങ്ങൾ മണ്ണിൽ പുതഞ്ഞു പോകുന്നു. മേഘവിസ്ഫോടനം നടന്ന ഭാഗങ്ങളാണിത്. മരങ്ങളും പാറക്കെട്ടുകളും അപ്പാടെ ഇടിഞ്ഞ് നദിയിൽ വീണുപോയിരിക്കുന്നു. ഈ വശത്ത് ഉടനീളം റോഡ് ഇടിഞ്ഞു പോയിരിക്കുകയാണ്. ബോർഡർ റോഡ് ഓർഗനൈസേഷന്റേതാണ് ഈ ഭാഗങ്ങളിലെല്ലാം റോഡിന്റെ പണി. വളരെ ശ്രമകരവും അപകടങ്ങൾ നിറഞ്ഞതുമായ ആ പണി അവർ വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. കിലോമീറ്ററുകളോളം ഇടിഞ്ഞുപോയ ഈ റോഡ് അവർ ദിവസങ്ങൾക്കുള്ളിലാണ് ശരിയാക്കുന്നത്. ഈ മലകൾക്കപ്പുറം അധികം ദൂരെയല്ലാതെയായാണ് ടിബറ്റ്. ടിബറ്റ് ഇപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലുമാണ്. അതുകൊണ്ട് ഇവിടങ്ങളിലെല്ലാം റോഡ് ഉണ്ടാകേണ്ടത് ഭാരതത്തിന്റെ ആവശ്യമാണ്. മലകൾ ഇടിഞ്ഞു വീണ് നദിക്ക് വീതി കൂടിയിരിക്കുന്നു. മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത് വശങ്ങളിൽ നിന്നും ചെത്തിയിറക്കിയാണ് റോഡുണ്ടാക്കുന്നത്. പിന്നീട് താഴെ നിന്നും കല്ലുകൾ കൊണ്ട് കെട്ടി വശങ്ങൾ ഉയരത്തിലേക്ക് കൊണ്ടുവരികയും വേണം. ഹിമാലയത്തിൽ എല്ലാ ഭാഗത്തും ഇങ്ങനെ പണികൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. മഴക്കാലങ്ങളിൽ മണ്ണിടിഞ്ഞു വീഴുന്നു, പിന്നീട് റോഡുണ്ടാക്കുന്നു, പിന്നെയും ഇടിയുന്നു. ഇതുപോലെ ഉണ്ടായിരുന്ന റോഡാണ് താഴേക്ക് ഇടിഞ്ഞു പോയിരിക്കുന്നത്. ഇനി അല്പദൂരം നല്ല റോഡാണ്. പക്ഷേ അധികം പോകുന്നതിന് മുമ്പ് വീണ്ടും മലയിടിഞ്ഞ ഭാഗങ്ങൾ.
പൊടിമണ്ണിൽ പാറകൾ ചേർത്ത് വെച്ചതുപോലെയാണ് ഇവിടത്തെ ഭൂപ്രകൃതി. അതിനാൽ തന്നെയാണ് പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഇടിഞ്ഞു പോകുന്നതും. പാറകൾ കട്ട് ചെയ്താണ് ഇവിടെ റോഡുണ്ടാക്കിയിരിക്കുന്നത്. വളവുകൾ തിരിഞ്ഞ് ഒരു ജീപ്പ് വരുന്നുണ്ട്. സൈഡ് കൊടുക്കാനായി ഇവിടെ നിർത്തി. തൊഴിലാളികളുമായി പോകുന്ന ജീപ്പാണ്. മലമുകളിൽ നിന്നും വെള്ളം ഒഴുകി വരുന്നു. ये पत्थर जो रहता है ना, नहीं ये ऊपर है। മുകളിൽ നിന്നും ഇടിഞ്ഞു വീണ പാറകൾ ഇടതുവശത്ത് കിടക്കുന്നു. തുള്ളിത്തെറിച്ചുള്ള യാത്ര തുടരുകയാണ്. ഇടിഞ്ഞ ഭാഗങ്ങൾ കഴിഞ്ഞ് വീണ്ടും നല്ല വഴിയിലേക്ക് എത്തിയിരിക്കുന്നു. മരങ്ങളിലെല്ലാം വൈക്കോൽ. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവിടെയും ഒരു ഗ്രാമം. റോഡിന് ഇരുവശത്തും മുകളിലും താഴെയുമായി വീടുകളും കൃഷിസ്ഥലങ്ങളും. അഗുണ്ട എന്നാണ് ഗ്രാമത്തിന്റെ പേര്. ഇവിടെയും ഒരു ഇന്റർ കോളേജ് ഉണ്ട്. 1 ഡിഗ്രിയും 2 ഡിഗ്രിയും ഒക്കെയാണ് രാത്രിയിലെ ഇവിടത്തെ താപനില. കാലി, ഗംഗ, ബാൽക്കില നാല എന്നീ ചെറിയ നദികൾ ഇവിടെയുണ്ട്. 80ഓളം വീടുകളും 500-നടുത്ത് ജനങ്ങളുമാണ് ഇവിടെ വസിക്കുന്നത്. ഗ്രാമാതിർത്തിയിൽ ഒരു ഇരുമ്പുപാലം. റോഡ് പണിക്കുള്ള സാമഗ്രികളുമായി പോകുന്ന ട്രക്ക്. വീണ്ടും നല്ല റോഡാണ്. ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇത്തരമൊരു റോഡിലൂടെ വരുമായിരുന്നോ എന്ന് ഞാൻ സ്വയം ആലോചിച്ചു നോക്കി. ഇവിടങ്ങളിലെല്ലാം വൈദ്യുതി ഉണ്ട് എന്നത് തന്നെ ഒരു പ്രധാന കാര്യമാണ്. ഒപ്പം നല്ല മൊബൈൽ കണക്ടിവിറ്റിയും. ഒരു വളവ് കഴിഞ്ഞപ്പോൾ റോഡ് ഇവിടെ അവസാനിക്കുന്നു. നദി റോഡിനെ ഇടിച്ചു തകർത്ത് കൊണ്ടുപോയിരിക്കുന്നു. വലതുവശത്ത് ഇടിഞ്ഞ മലയിൽ ഒരു പുതിയ വഴി ഉണ്ടാക്കിയിരിക്കുന്നു. കൂടെ റാവൽജി ഉണ്ട് എന്ന ധൈര്യത്തിൽ ഞാൻ മുന്നോട്ട് തന്നെ. ആകെ മലയിടിഞ്ഞ് തവിടുപൊടിയായ വഴി. ചാടിത്തുള്ളിയാണ് ബൈക്ക് നീങ്ങുന്നത്. എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഇവിടങ്ങളിലുള്ളവർ ജീവിക്കുന്നതെന്നോർത്തു. വിദ്യാഭ്യാസത്തിനായി ഇത്തരം കാട്ടുവഴികളിലൂടെ നിത്യവും പോയി വരുന്ന കുട്ടികൾ, ജോലിക്കായി പോയി വരുന്നവർ. മഴക്കാലത്ത് എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഇടം, ഒപ്പം വന്യമൃഗങ്ങളും. മഴക്കാലങ്ങളിൽ താഴെയുള്ള സ്ഥലത്തെ ചൂടായ വായു ഉയർന്ന സ്ഥലങ്ങളിലെ തണുത്ത വായുവുമായി കലർന്ന് പൊടുന്നനെ തണുത്ത് വെള്ളം അധികരിച്ച് ഒരു ചെറിയ പ്രദേശത്തു തന്നെ പെയ്യുന്നതാണ് മേഘവിസ്ഫോടനം. ഭാരതത്തിൽ ഈ പ്രതിഭാസം കൂടുതലായും കാണപ്പെടുന്നത് ഹിമാലയൻ മേഖലകളിലാണ്. മുൻപിൽ കാണുന്ന ഭാഗങ്ങളെല്ലാം അങ്ങനെ കുത്തിയൊലിച്ചു പോയതാണ്. കേദാർനാഥ് പരിസരത്തും ഇത്തരമൊരു പ്രതിഭാസം നടന്നിരുന്നു. അന്ന് ഒഴുകി വന്ന ഒരു വലിയ കല്ലാണ് ക്ഷേത്രത്തെ സംരക്ഷിച്ചത്. ആ കല്ലങ്ങനെ വിലങ്ങനെ വന്നില്ലായിരുന്നുവെങ്കിൽ ക്ഷേത്രത്തിന്റെ പൊടി പോലും കാണാനില്ലാതാകുമായിരുന്നു. ഇവിടെ നദിയുടെ പേര് കാലി ഗംഗ എന്നാണ്. കുറച്ചു മുൻപിലായി കാലിഗംഗയ്ക്ക് പുറകെ ഒരു പാലം. ഇതും ഒരു സംഗമസ്ഥാനമാണ്. മുൻപുണ്ടായിരുന്ന പാലം ഒലിച്ചുപോയി. ഇപ്പോൾ പുതിയത് പണിത് മണ്ണിട്ട് റോഡുണ്ടാക്കി വരുന്നതേയുള്ളൂ. ഇവിടെ കുത്തനെ ഒരു കയറ്റമാണ്.
ബൈക്കിന്റെ ടയറുകൾ മണ്ണിൽ പുതഞ്ഞുപോയി. ബ്രേക്ക് ഇട്ടിട്ടും ബൈക്ക് താഴേക്ക് നിരങ്ങി വന്നു. ബാലൻസ് പോയി മറിഞ്ഞു വീണു. निकल गया। മണ്ണിലായതിനാൽ ഭാഗ്യത്തിന് ഞങ്ങൾ രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചില്ല. പ്രായമായ ആളാണ് റാവൽജി. 70-ന് മുകളിൽ വയസ്സുണ്ട്. എനിക്ക് വളരെ വിഷമം തോന്നി. അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, അത് അദ്ദേഹം പറയാത്തതാണോ എന്നൊക്കെ തോന്നി. പക്ഷേ ഭാഗ്യം തന്നെ, ഒന്നും പറ്റിയില്ല. ബൈക്കിനും ഒന്നും സംഭവിച്ചിട്ടില്ല. हाँ ബൈക്കിൽ കയറാതെ റാവൽജി നടന്നു തന്നെ മുകളിലേക്ക് കയറി. ഇടതുവശത്ത് ഇങ്ങനെ തകർന്ന ഒരു കെട്ടിടം കാണാം. ഉത്തരകാശിയിലേക്ക് നടന്നു പോകുന്ന കാവടി യാത്രക്കാർക്കുള്ള വിശ്രമ ഭവനമാണത്. നദി പരന്നു ഒഴുകി അതിനെ തന്റെ മധ്യത്തിലാക്കി മാറ്റിയിരിക്കുന്നു. ഇളകിക്കിടക്കുന്ന മണ്ണിലൂടെ ബൈക്ക് ആയാസപ്പെട്ട് മുകളിലേക്ക് കയറി. പാലത്തിൽ കയറിയതിനു ശേഷം റാവൽജിയും പുറകിൽ കയറി. ഈ പാലം കടന്ന് 2 വളവുകൾ പിന്നിടുമ്പോൾ മറ്റൊരു പാലം. हाँ मिट्टी बाइक करके तो वाली। പാലത്തിന്റെ പണിയിൽ ഏർപ്പെട്ടിരുന്നവർ താമസിച്ചിരുന്ന ഷെഡുകളാണ് ഈ കാണുന്നത്. ഇരുമ്പ് സ്ട്രക്ചറുകൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പാലമാണിത്. എല്ലായിടത്തും മലയിടിഞ്ഞു കിടക്കുന്നത് കാണാം. ഞങ്ങൾ അന്വേഷിച്ചു വന്ന സ്ഥലം എത്തിയിരിക്കുന്നു. ഒരു പൊളിഞ്ഞ കെട്ടിടത്തിന്റെ തറയ്ക്കരികിൽ ബൈക്ക് നിർത്തി. ഇവിടെ ചെറിയൊരു ഒറ്റമുറി കെട്ടിടം. ഇവിടേക്കായിരുന്നു യാത്ര. കുറെ സാധനങ്ങൾ തലങ്ങും വിലങ്ങുമായി കിടക്കുന്ന ഒരു മുറി. അതിന്റെ ഒരു മൂലയിൽ ഒരു മനുഷ്യൻ. 85 വയസ്സുള്ള ഈ വൃദ്ധൻ ഒരു സന്യാസിയാണ്. ഈ കാട്ടിനു നടുവിൽ നദീ സംഗമസ്ഥാനത്ത് ഒറ്റയ്ക്കുള്ള ജീവിതം. ഒറീസയിൽ നിന്നുള്ള ആളാണ്. 1978 മുതൽ ഇവിടെയാണ് ജീവിതം. മുൻപുണ്ടായിരുന്ന മുറി വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയി. ഇത് അടുത്തിടെ പണിതതാണ്. കാൽനടയായി തീർത്ഥയാത്ര നടത്തുന്ന കാവടികൾ നൽകുന്ന അരിയും ആട്ടയും ഒക്കെ ഇദ്ദേഹത്തിന്റെ പക്കലുണ്ട്. ആരോ കൊണ്ടുവന്നു കൊടുത്ത ഒരു ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവുമുണ്ട്. ഒരു നേരം മാത്രം ഭക്ഷണമുണ്ടാക്കി കഴിച്ച് ധ്യാനനിരതനായി ഇവിടെ ഒറ്റയ്ക്ക് ജീവിക്കുന്നു. मुझे इधर आने वाला കുറച്ചുകൂടി നല്ല സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറി താമസിച്ചുകൂടെ എന്ന് റാവൽജി ചോദിച്ചു. ഇനി മരണം ഇവിടെ തന്നെ എന്ന് ഉത്തരം കിട്ടി. പ്രായത്തിന്റെ അവശത ഉണ്ടെങ്കിലും മുഖത്തിന് പ്രായം കുറവാണ് തോന്നുന്നത്. ഒരു യുവാവിന്റെ പോലെയുള്ള മുഖം. താടിയും ജടയും കളഞ്ഞാൽ പ്രായം ഒട്ടും തോന്നിക്കില്ല. തണുപ്പു കാരണം കാലുകളിൽ വാതരോഗത്തിന്റെ അസ്ഖ്യതയുണ്ട്. നെഞ്ചിൽ കഫക്കെട്ടുണ്ട്. ശ്വാസാരി എന്ന മരുന്ന് എങ്ങനെയെങ്കിലും എത്തിച്ചു തരാമോ എന്ന് റാവൽജിയോട് തിരക്കി. ഏതെങ്കിലും പണിക്കായി വരുന്ന ജീപ്പിൽ അയക്കാമെന്ന് ഉറപ്പു നൽകി. കുറെ നേരം സംസാരിച്ചിരുന്നു. എന്റെ കുറെ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടി. ജീവിത സുഖങ്ങളെല്ലാം വെടിഞ്ഞ് വളരെ ചെറുപ്പത്തിലെ സന്യാസിയായ ആളാണ്. ജീവിതത്തെ വളരെ സരളമായി കാണുവാൻ ഇങ്ങനെയുള്ളവരുമായുള്ള സംവാദം സഹായിക്കുന്നു. റാവൽജി കുറച്ച് വെള്ളം കൊണ്ടുവരുവാൻ നദിയിലേക്ക് പോയി. ഞാനും പുറകെ പോയി. താഴെ പാറകൾക്കിടയിലൂടെ റാവൽജി അനായാസം ഇറങ്ങിപ്പോയി. അവർക്കിതൊക്കെ സുപരിചിതമാണ്. നല്ല തണുത്ത ഐസ് പോലെയുള്ള വെള്ളം.
ഈ കൂറ്റൻ പാറകൾ മുകളിൽ നിന്നും ഒലിച്ചെത്തിയതാണ്. അദ്ദേഹത്തോട് യാത്ര പറഞ്ഞിറങ്ങി. അങ്ങ് ദൂരെ കാണുന്ന ആ മലയ്ക്കപ്പുറം വെള്ള നിറത്തിൽ മഞ്ഞ് കാണുന്നതാണ് സ്വർഗാരോഹിണി പീക്ക്. യുധിഷ്ഠിരൻ ജീവനോടെ സ്വർഗത്തിലേക്ക് പോയ വഴി. നദി തകർത്ത ഒരു കെട്ടിടമാണ് ഈ കാണുന്നത്. പ്രകൃതിയുടെ താണ്ഡവത്തിന്റെ ബാക്കിപത്രം ഒന്നുകൂടി കണ്ടു. താഴ്വാരത്ത് അഗുണ്ട ഗ്രാമം, അപ്പുറത്ത് കാലിഗംഗ നദി. ഒഴുകിയെത്തുന്ന ബാൽഗംഗ നദിയുടെ തീരത്തെ ധർമ്മപ്രയാഗിലെ ഗൂഢാകേദാർ ഗ്രാമവും ക്ഷേത്രവും. ഇനിയുമൊരു യാത്രയിൽ ഈ കാഴ്ചകളൊക്കെ എങ്ങനെയായിരിക്കുമെന്നറിയില്ല. തിരിച്ച് ചാമിയാലയിലെ ക്ഷേത്രത്തിലെത്തി മരവിച്ച വിരലുകൾ ഒന്ന് ചൂടാക്കി. ഇന്നത്തെ രാത്രി ചാമിയാലയിലാണ്. ത്രിയുഗി യാത്രയുടെ അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. ഭാരതത്തിലെ എല്ലാ സ്ഥലങ്ങൾക്കും നമ്മുടെ പുരാണേതിഹാസങ്ങളുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ആ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് ഡൽഹി ഡയറിയുമായി ബന്ധപ്പെടാം. അടുത്ത വീഡിയോയുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.